നമ്മൾ മിമിക്രി മേഖലയുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 70കൾ കണ്ടു, നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഓർമ്മകൾ നമ്മൾ അയവിറക്കി. ഇനി നമ്മൾ പോകുന്നത് 80കളിലേക്കാണ് അല്ലേ? ശരിക്കും കോമഡിയുടെ അല്ലെങ്കിൽ മിമിക്രിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം നമുക്ക് പറയാം അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് മിമിക്രി തന്നെയാണ്. മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് കടക്കാനുള്ളൊരു വലിയ വഴി ആ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ആൻഡ് ജയറാമേട്ടനും സൈനുദ്ദീൻ ചേട്ടനും പിന്നെ സിദ്ദീഖ് ലാൽ, ഹനീഫ ഇക്ക, അങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പേരുകളുണ്ടോ ഈ പറഞ്ഞതില്? ഒരുപാട് പേര് വിട്ടു. NF റീസ് പറഞ്ഞില്ല. അപ്പൊ ഇതില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ കാലഘട്ടത്തില് മലയാള സിനിമയിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകന് തിരുവനന്തപുരത്തൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആരെന്ന് മനസ്സിലായോ? രാജീവ്. എക്സാക്ട്ലി അത്. ചരിത്രങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി. ഗൂഗിൾ ഓൺ ആയിരിക്കുന്നു. ഓണാകും, ഞാൻ ഓണായി വരുന്നേ ഉള്ളൂ. ആദ്യം ഗൂഗിൾ ഓൺ ആകും, അതിനുശേഷമാണ് ഞാൻ ഓൺ ആകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എന്താ ചോദ്യം ചെയ്യുന്നത്. മൈക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്ര നേരം എന്റെ വായടച്ചു, എന്റെ മൈക്ക് ഓഫ് ആയിരുന്നു. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. കടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. പറഞ്ഞോളൂ. അതെ, ഇനി കുറച്ചു നേരം ഓഫ് ചെയ്യണേ. അപ്പോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ TK രാജീവ് കുമാർ സാർ ആണ് ആ ഒരു പ്രതിഭ. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മോടൊപ്പം ആവശ്യമാണ്. പക്ഷെ ഇപ്പോ ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ ഒരു വിഷ്വൽസിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ നമ്മളോട് അറിയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഒന്ന് കാണാം അല്ലേ? പ്ലീസ്. കോട്ടയമാണ് എൻ്റെ സ്വദേശം. ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മോണോ ആക്ടിന് ഞാൻ പങ്കെടുക്കുന്നതും. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മിമിക്രിയിലും. അങ്ങനെ മിമിക്രിയിൽ ഗോപാലകൃഷ്ണൻ ഞാൻ മോണോ ആക്ടിലുമായിട്ട് ആർട്സ് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് യൂത്ത് ഫെസ്റ്റിന് പോവുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിമിക്രിയിലും മോണോ ആക്ടിനും അംഗീകാരങ്ങൾ കിട്ടുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും ഗോപാലകൃഷ്ണനോട് ചേർന്നിട്ട് രണ്ടുപേരടങ്ങുന്ന ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങളൊരു കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലെ മോണോ ആക്ട് മിമിക്രി ആൾക്കാരെ കൂടെ എല്ലാം എൻസംബിൾ ചെയ്തിട്ട് ശ്രീറാം എന്ന് പറഞ്ഞ് ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഗായകൻ, ബാലൻ, അദ്ദേഹം ഇന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നന്ദൻ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടാക്കി. അതിന് സൂപ്പർ മിമിക്സ് എന്നായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന പേര്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം എനിക്ക് സിനിമ പഠിക്കണം, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആലപ്പുഴയിലുള്ള മൊഹമ്മ എന്ന സ്ഥലത്തൊരു പ്രോഗ്രാം നടത്താൻ പോകുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഈ നവോദയയിലുള്ള മാത്യു പോൾ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അദ്ദേഹം ഞങ്ങളുടെ പരിപാടി കാണുകയും പിറ്റേ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നവോദയ അപ്പച്ച സാർ എന്നെ വിളിക്കുകയും 85 മുതൽ എൻ്റെ ആദ്യ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നവോദയ എനിക്ക് തരികയും നവോദയയിലെ ജിജോയുടെ ബ്രദർ ജോസ് ഒരു കാർ യാത്രയിൽ എൻ്റെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ചോദിച്ചു, ഇങ്ങനെ രാജീവ് മിമിക്രിയൊക്കെ ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ട് മിമിക്രി വെച്ചിട്ടൊരു സിനിമ ആലോചിച്ചുകൂടാ, ഒരു കോമഡി, ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആലോചിച്ചുകൂടാന്നൊരു വളരെ കാഷ്വലായിട്ട് ജോസുമാൻ ചോദിച്ചതിൽ നിന്നാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമ ചാണക്യൻ എന്ന സിനിമയുടെ തോട്ട് ആദ്യമായി അങ്ങനെ ഒരു മിമിക്രി വെച്ച് ആലോചിക്കാനായിട്ട് തോന്നിയത്. ആ സിനിമയിൽ ഞങ്ങളുടെ സൂപ്പർ മിക്സ് എന്നുള്ള ഗ്രൂപ്പ് ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അതിൽ ആ ഗ്രൂപ്പിൽ ജയറാമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ജയറാമാണ് അതിനകത്ത് കമൽഹാസൻ ഉപയോഗിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ജയറാമിനെ കാസ്റ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മിമിക്രിയാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമയുടെ കഥാബീജം. ഞാനെന്ന സിനിമാ സംവിധായകൻ്റെ ഒരു ജനനം എന്ന് പറയുന്നതിന് ഞാൻ മിമിക്രി എന്ന കലയോടും മോണോ ആക്ട് എന്ന കലയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.